ഓണമാകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പൂക്കളമായിരിക്കും. ആ പൂക്കളത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പേ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും. പൂക്കളെ വരവേൽക്കാനും പൂക്കാലത്തെ വരവേൽക്കാനും അത്തരത്തിൽ നമ്മുടെ ആ കാലഘട്ടത്തെ കടന്നു പോകുമ്പോൾ നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരുന്നത് പൂക്കളത്തിനായി പൂക്കൾ വരാൻ അന്യ സംസ്ഥാനങ്ങളെയാണ്. പക്ഷേ എങ്കിൽ ഇപ്പോൾ നമ്മൾ സ്വയം പര്യാപ്തമായിരിക്കുന്നു പൂക്കളുടെ ആ കൃഷിയിൽ കൂടി. ഇവിടെ നമ്മുടെ മാടായിപ്പാറയിലും വളരെ മനോഹരമായ ചെണ്ടുമല്ലി പൂന്തോട്ടമുണ്ട്. അതുപോലെ തന്നെ ചൈന ക്ലേയുടെയും ഭാഗമായിട്ട് ചെണ്ടുമല്ലി പൂന്തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഭൂമികയിൽ. സ്വാഗതം ഭൂമികയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. എന്ത് തോന്നുന്നു മറ്റ് നമ്മൾ അന്യസംസ്ഥാനത്തെ ആശ്രയിച്ച് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കൃഷി ചെയ്ത ഒരു സമയത്ത്? നമുക്ക് തന്നെ നല്ല സന്തോഷം തോന്നുന്നു. പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ വിജയിച്ചു എന്ന് തന്നെ പറയാം. കാരണം വെച്ചാൽ നമ്മൾ ഒരു കുറുന്തോട്ടി കൃഷിയാണ് നമ്മുടെ മുഖ്യ ഘടകമുണ്ടായത്. അപ്പോൾ ആ കുറുന്തോട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ ആസ്വദിച്ചത്. കാരണം ഇടവേളയായിട്ട് നമുക്ക് ചെണ്ടുമല്ലിയും കൂടി ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കൂടി നമുക്ക് തോന്നി തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ചും കൂടി ചെറിയ ചെറിയ സ്ഥലങ്ങൾ സ്പേസുകൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതെല്ലാം അവിടെ പാറയാന്നല്ല മെയിൻ ഇത്. അപ്പോൾ ആ പാറപ്പുറത്തിലെ മണ്ണ് സ്വരുക്കൂട്ടി എടുത്തിട്ടാണ് ഇങ്ങനെയുള്ളൊരു ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. 8500 തയ്യോളം നമ്മൾ വാങ്ങിച്ച് കളക്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇപ്പോൾ ഏകദേശം നല്ല ഒരു വിളവ് തന്നെയാണ്, കുഴപ്പമില്ലാത്തൊരു മോശമില്ലാത്ത വിളവ് തന്നെയാണ്. നമുക്ക് തന്നെ നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട്. ഇത് ചെയ്തതിൽ ഏറ്റവും സംതൃപ്തിയും നമുക്ക് പൂർണ്ണത്വത്തിലുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ജനങ്ങളിപ്പം നല്ല ജനങ്ങൾ ആകർഷിച്ചിട്ട് ഇത് പൂ കാണാനും വീഡിയോ എടുക്കാനും എല്ലാത്തിനും അവരെ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ. മുതിർന്ന നമ്മൾ കർഷകനാണ്. 40 വർഷമായിട്ട് ഇവിടെ തന്നെ മാടായിപ്പാറക്ക് ചെറിയ രീതിയിൽ പച്ചക്കറി കൃഷിയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് മണ്ണിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ആളാണ് ജനേട്ടൻ. ജനേട്ടൻ നിങ്ങളോട് 2 വാക്ക് പറയാം. ജനേട്ടൻ സാധാരണ രാവിലെയും വൈകുന്നേരം കൃത്യമായിട്ടുണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് പോകുന്നതാണ്. ഇതിപ്പോ നിങ്ങൾ വ്യക്തികളായിട്ട് ചെയ്യുന്നതാണോ ഈ ഒരു ചെണ്ടുമല്ലി കൃഷി എന്ന് പറയുന്നത്? അല്ല, ഇത് നമ്മളൊരു ഗ്രൂപ്പായിട്ട് തന്നെ ചെയ്യുന്നതാണ്. എത്ര ആളല്ല? 45 പേരുള്ള ഒരു വലിയ ഗ്രൂപ്പ്. 45 നിങ്ങളെ ക്ലസ്റ്ററിന്റെ ആണ് 45 പേര്. നമ്മുടെ ഇത് 15 പേരടങ്ങുന്നതാണ് നമ്മുടെ ചെണ്ടുമല്ലിയും കുറുന്തോട്ടി കൃഷി. അതിപ്പോ എല്ലാരും 15 പേരും ഇപ്പം വ്യത്യസ്ത ജോലികളിലായിട്ട് പോയത് കൊണ്ടായിരിക്കും അല്ലേ? പിന്നെ നമ്മുടെ പൂക്കള് എന്ന് പറഞ്ഞാൽ മറ്റെവിടെയും ഇല്ലാത്തതിനേക്കാൾ നല്ല വലിപ്പമുണ്ട്, നിറവുണ്ട്, എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ പ്രാവശ്യം. ഇത് ഏത് സമയത്താ ശരിക്കും നട്ട് തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾ? ഇപ്പൊ 80 ദിവസമായി. അല്ല, 80 ദിവസം കറക്റ്റ് 80 ദിവസം. ഇതിപ്പോ പൂവിട്ടിട്ട് ഇപ്പം അത്യാവശ്യം ദിവസങ്ങളായ 2 ആഴ്ചയിലധികം. ചിലത് പൂത്തിട്ട് 1 മാസം ഓളായി. അല്ല കരിഞ്ഞു പോയി. ആദ്യം ശ്രദ്ധിക്കാൻ വേണ്ടി ഞങ്ങൾ അത് കട്ട് ചെയ്തില്ല ഒന്നും. പക്ഷെ പൂർണ്ണാർത്ഥത്തിൽ ഇപ്പം വിരിഞ്ഞ് നല്ല ഇതായിട്ട്. നമ്മളിത് യഥാർത്ഥത്തിൽ മാടായിപ്പാറയല്ലേ? ഈ ഒരു പാറയില് ഈ ഒരു പൂക്കൃഷി എന്നുള്ളത് സാധ്യമായ കാര്യമാണ്. അസാധ്യമായ കാര്യം. നമ്മുടെ കാക്കാപ്പൂവിന്റെ ഒരു ഇത് പ്രത്യേക ഒരു തടം. ഇത് തവർ തടം എന്ന് പറഞ്ഞാൽ ഒരു മണ്ണുള്ള ഒരു തടം തന്നെയാണ്. ഇവിടെ ഒരു കുംഭമാസത്തിൽ ഇവിടെ അങ്ങേ ഭാഗത്തെല്ലാം കളിച്ചു നോക്കിയാൽ ചെറിയ കുളിപ്പുണ്ടാവും. നല്ലൊരു അങ്ങനത്തെ ഒരു മണ്ണാണ്. മാടായിലെ വെയിലിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇവിടെ പൂക്കളൊക്കെ പൂവിട്ട് ഈ കടുത്ത വെയിലും മഴയും അതിനെ ആശ്രയിച്ചിട്ട് ഉള്ള ഒരു ഇപ്പോഴത്തെ കാലാവസ്ഥ ഇതിനെല്ലാം ഒരു അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണല്ലോ. എല്ലാ ദിവസവും മഴയുണ്ട്. ഇതുവരെ വലിയൊരു ഇപ്പൊ 2-3 ദിവസമായി തുടർച്ചയായി നല്ല മഴ. അല്ല, ഒരു മഴ കിട്ടിയാലേ മതി. നമുക്ക് ഇങ്ങനെ കാണാൻ തന്നെ നിങ്ങൾ പറഞ്ഞു, കാണാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇതൊരു ഇപ്പൊ കുട്ടികളായാലും ഫോട്ടോ എടുക്കാനും അതിനൊക്കെ ആൾക്കാർ വരുന്നുണ്ടോ? ഞായറാഴ്ചകളിലാണ് കൂടുതൽ ആൾ വരുന്നത്. ശനി ഞായറും നല്ല ആൾക്കാരാണ്. നല്ല കുട്ടികൾക്ക് പിന്നെ പൂ പറിക്കണമെന്നില്ല ഒരു നിർബന്ധ ബുദ്ധി ഉണ്ട്. അതുകൊണ്ട് അവരെ നമ്മ സന്തോഷിപ്പിക്കുന്നുണ്ട് പറിച്ചു കൊടുത്തിട്ട്. നല്ലോണം ചിത്രശലഭങ്ങൾ മേഡം കണ്ടിട്ടുണ്ടാവും. വ്യത്യസ്തമായ ചിത്രശലഭങ്ങൾ 6-7 വെറൈറ്റി ചിത്രശലഭങ്ങൾ ഇപ്പൊ തന്നെ കണ്ടു. അങ്ങനെ ഒരുപാട് ഐറ്റംസ് വെറൈറ്റികൾ ഇവിടെ ചിത്രശലഭങ്ങളുണ്ട്. ഇനിയിപ്പോ ഈ പൂ കൃഷിയിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ തുടക്കം, അതായത് ഇനിയിപ്പോ നിങ്ങളിപ്പോ തുടങ്ങി വെച്ചു, ഇനിയിപ്പോ എല്ലാ ആൾക്കാരും പിന്നെ അടുത്ത കൊല്ലം ഓണാകുമ്പോ ചിലപ്പോ വീടുകളിൽ തന്നെ ചെയ്ത് തുടങ്ങുമായിരിക്കും. അപ്പൊ ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എവിടെ നിന്ന് ആ ഒരു തുടക്കം എങ്ങനെയാണ്?
പൂക്കൃഷിയുടെ? ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു പദ്ധതി ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ വ്യാപനം ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ ജില്ലയിൽ മൊത്തത്തില് ഇങ്ങനെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാടായി പാറ എന്നുള്ള ഒരു പ്രദേശത്ത് ചെയ്തു എന്നുള്ളതാണ്. അത് കൂടുതൽ ഭംഗിയിൽ ഉണ്ടാക്കാനും പറ്റി എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കൃഷി. നമുക്ക് അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും കൃഷിഭവനിൽ നിന്നും. കഴിഞ്ഞ വർഷം ഞാനും കുറച്ച് കുടുംബശ്രീ കുറച്ച് ആളും കൂട്ടിയിട്ട് കുറച്ച് ചെറിയ തോതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ആ ഒരു വൈറസ് രോഗം വന്നിട്ട് വാട്ടർ രോഗം വന്നിട്ട് കുറെ നശിച്ചു പോയി. ഇതിപ്പോ ഇവിടെ മൊത്തത്തിൽ ഒരു ഏക്കർ കണക്കിന് സ്ഥലത്ത് പൂക്കൃഷി ചെയ്തിട്ടില്ല എങ്കിൽ പോലും പലയിടങ്ങളിലായിട്ട് ഏക്കറിന് തുല്യം തന്നെ ചെയ്തിട്ടുണ്ടല്ലേ? അതെന്തായിരുന്നു വ്യത്യസ്തം അങ്ങനെ ചെയ്യേണ്ട ഒരു കാരണം? ഒരു കാര്യം പറഞ്ഞു, ഞങ്ങള് അതിൽ കുറുന്തോട്ടി കൃഷി ഉണ്ടല്ലോ, പ്രാധാന്യം കൊടുത്തു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചെയ്ത് അതിന് ഒഴിവ് വന്ന നല്ല പ്ലേസ്, ഇത് മണ്ണുള്ള നല്ല സ്ഥലം ഈ പൂക്കൃഷിക്ക് വേണ്ടിട്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ അത് നല്ല മണ്ണുള്ള സ്ഥലം തന്നെ സെലക്ട് ചെയ്തിട്ടാണ്. അങ്ങനെ കിട്ടിയ സ്ഥലങ്ങളാണ് ഈ വ്യത്യസ്തമായ കേന്ദ്രങ്ങളായി മാറിയത്. ചെറിയ ചെറിയ സ്ഥലങ്ങളിലായിട്ട് അതൊരു സ്ഥലത്ത് കേന്ദ്രീകരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല. അത് ഒരു വലിയ അപാകതയായിട്ട് നമുക്ക് ഇപ്പം തോന്നുന്നുണ്ട്. അന്ന് ഇത് തോന്നിയിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ അതൊരു പ്ലോട്ട് തന്നെയാണെങ്കിൽ ചെണ്ടുമല്ലി പൂവിന്റെ ഒരു പാടം തന്നെ ആയിക്കഴിഞ്ഞാല് കാണുന്നവർക്കും നല്ല പിന്നെ ഇത് കാണുമായിരുന്നു. നമ്മുടെ ഈ മാടായിപ്പാറയുടെ മണ്ണ് ഇതിന് എത്രത്തോളം ഉപകരിച്ചിട്ടുണ്ടാവും? തീർച്ചയായും വളക്കൂറുള്ള മണ്ണാണ്. നല്ല വളക്കൂറുള്ള മണ്ണാണ്. പ്രത്യേകിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ പൂക്കളുടെ ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥ തന്നെ ശേഖരം തന്നെയാണ്. ഈ മണ്ണിനൊരു പ്രത്യേക ആവാസ വ്യവസ്ഥയുണ്ട്. അങ്ങനെ ഒഴുകി വന്ന് ഈ തവരത്തടം ഭാഗത്ത് കേന്ദ്രീകരിച്ച് ഇവിടെ ഈ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു സ്ഥലം റെഡിയായി കിട്ടിയിട്ടുണ്ട്. കുറച്ചു കാലം ഇത് തീരെ തരിശായിട്ട് കാട് കയറി കിടന്നതാണ്. അപ്പോൾ രണ്ടാമത് ഇതിപ്പോ JCB ഉപയോഗിച്ചിട്ട് ഇത് കാടെല്ലാം കളഞ്ഞു ഇതാകുമ്പോഴത്തേക്ക് ആ മണ്ണിൽ ഒരുപാട് ജൈവ വളങ്ങൾ ഇങ്ങനെ അടങ്ങിയതായിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് നല്ല ഈ ചെണ്ടുമല്ലി ചെറിയ കൃഷിക്കെല്ലാം ചെറിയ ചെടികൾക്ക് നല്ല ഒരു വളക്കൂറ് ഉണ്ടാവും. ഈ പൂക്കളുടെ ഒരു തോട്ടം ഉണ്ടാക്കുമ്പോൾ അതിന് മുൻധാരണ ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെ ഇത് ചെയ്യണം, അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടോ ഈ ചെണ്ടുമല്ലിയെ നമ്മൾ? നമുക്ക് വേണ്ടപ്പെട്ട കർഷകർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതില് ജനേട്ടൻ പിന്നെ ഒരു പ്രദീപനുണ്ട്, നമ്മുടെ ഇതിന്റെ കൺവീനർ പിന്നെ ഗോവിന്ദേട്ടൻ, പ്രായമുള്ള ഗോവിന്ദേട്ടൻ വർഷങ്ങളായിട്ട് ഇവിടെ കൃഷി. അപ്പൊ അവർക്കെല്ലാം ഒരു ധാരണയുണ്ട്. അതിന്റെ കൂടെ നമ്മുടെ അബ്ദുള്ളക്കും പൂവില്ലെങ്കിൽ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നല്ല ധാരണകളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇതിന് വേണ്ടുന്ന സംഗതിയെല്ലാം അറിയാം. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നപ്പോ ഇവരെല്ലാരും കൂടി ചേർന്നപ്പം ഒരു വലിയ പദ്ധതിയായിട്ട് അത് മാറി. എല്ലാ അറിവും കൂടി ഒന്ന് യോജിച്ചപ്പോൾ പല വഴിക്കാണിത്. ഒരു പ്രദേശത്തുള്ളവരല്ല, പല ഈ മാടയിലെ വ്യത്യസ്ത മേഖലയിൽ നിന്ന് വന്നവരാണ്. കൃഷി ഓഫീസറുടെ കൃഷി ഓഫീസർ കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. കൃഷിയുടെ മാത്രമല്ല പച്ചക്കറി കൃഷിക്കായാലും എന്ത് കൃഷി ചെയ്യണമെന്നും ഇവിടെ എന്താണ് ഗുണം ചെയ്യാന്നുള്ളതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്ന കൃഷി ഓഫീസർ കൂടിയാണ്. ഗുണവും നമുക്കുണ്ടായിരുന്നു. അതെ, ഇപ്പൊ ഈ പൂക്കളുടെ ഇതിന് വളപ്രയോഗങ്ങൾ അങ്ങനെ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? അപ്പൊ ഇതിന്റെ വിപണനം എങ്ങനെയാണ്? വിപണനം നമ്മൾ ഒരു വാട്സാപ്പിൽ വഴി പ്രചരിപ്പിച്ചിട്ടുണ്ട്. ആ വാട്സാപ്പ് പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്നിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ വിപണനം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വിപണനം ഒന്ന് നേരിട്ട് ഇവിടെ വന്ന ആൾക്കാർ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചക്കറി വാങ്ങിക്കാൻ വരുന്നവർ തന്നെ ഇത് കണ്ട് അവർ നേരിട്ട് വാങ്ങിക്കുന്ന, അതുപോലെ സ്കൂളുകൾ, ITIകൾ ഇവിടുന്നെല്ലാം നേരിട്ട് വരുന്നുണ്ട്. അവർ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ കൃഷിഭവന്റെ കീഴിൽ ചന്തയുണ്ട്, കർഷക ചന്തയുണ്ട്. അതിന്റെ കൂടെയും ഈ പൂക്കള് കൊടുക്കുന്നുണ്ട്. അപ്പം ആവശ്യക്കാരും കൂടി നേരിട്ട് വരികയും പിന്നെ മൊത്തം എടുക്കാനുള്ളവർ പോലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ പൂക്കളെ നമുക്ക് ഇനിയും കിട്ടിയ അത്രയും സന്തോഷമാണ്. ഇപ്പോൾ അടുത്ത വർഷത്തേക്ക് ഇനി അടുത്ത വർഷം ഇതുപോലെ പൂക്കൃഷി നടത്തുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിന്റെ വിത്ത് ശേഖരിച്ച് വെക്കുന്നുണ്ടോ, അതോ നമ്മൾ ഇനി പുതിയ വിത്ത് കളക്ട് ചെയ്തിട്ട് അതാണോ, എങ്ങനെയായിരിക്കും ഇനി അടുത്ത കൊല്ലത്തേത്? വിത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് രണ്ടാമത് നമ്മൾ ഉപയോഗിച്ചാൽ ഈ തരം പൂ കിട്ടില്ല. ആ ഒരു ഈ ഇതായിരിക്കില്ല ഇതിന്റെ ഇത്. അതിനൊരു ഒരു പ്രത്യേക ഒരു മറ്റേ നിങ്ങളൊരു താമര എന്ന് പറയുന്ന താമര പൂ എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു ഇതാണ് അതിനുണ്ടാവുക. ഇത് നമ്മൾ ഇവരോട് മണിച്ചാലേ ഇത് കിട്ടുള്ളൂ. ഹൈബ്രിഡ് തന്നെയാണ്. ഈ ചെടികൾ ഇപ്പൊ എവിടുന്നാ കളക്ട് ചെയ്തിട്ടുള്ളത് ഇപ്രാവശ്യം? കാഞ്ഞങ്ങാട്. ഈ പൂക്കട തന്നെ കടയിൽ നിന്നാണോ അതോ? അല്ലല്ല, ഇത് പിന്നെ നഴ്സറി.
അവരുടെ അടുത്ത് നമ്മൾ മൊത്തമായിട്ട് അങ്ങനെ വാങ്ങിച്ചത് 8000-ഓളം ചെടികൾ വാങ്ങിയിട്ടുണ്ടല്ലേ? 8000 പൂവിട്ടൊരു ഇതുണ്ടായില്ലേ അല്ലേ? കുറച്ച് ഉണ്ട്. അത് മണ്ണിന്റെ നമ്മൾ പരീക്ഷണത്തിൽ പറഞ്ഞില്ലേ, നല്ല മണ്ണുള്ള കുറച്ച് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തെല്ലാം ഉള്ളത് മണ്ണിന്. പിന്നെ അന്നേരത്തെ ആ ഒരാഴ്ച തുടർച്ചയായിട്ടുള്ള മഴയായിരുന്നു. അന്നേരം അത് കുറച്ച് ബാധിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ ഇപ്പോ പൂക്കൃഷി നടത്തിയിട്ട് ഇപ്പൊ ഓണത്തിന്റെ സമയമാകുമ്പോ മൊട്ട് പോലും ഇട്ടിട്ടില്ല എന്നുള്ള പരാതിയിൽ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മള് ഇവിടെ തന്നെയുണ്ട്, അങ്ങ് ഇവിടെ ഈ പറമ്പിൽ തന്നെ അങ്ങ് കിടക്കാൻ വെച്ചാൽ കുടുംബശ്രീക്കാർക്ക് അവർക്ക് കൊടുത്ത തൈ എന്ന് വെച്ചാൽ കൃഷിഭവൻ കൊടുത്ത തൈ ഇതിനൊക്കെ കുറച്ച് ചെറുതാണ്. അപ്പൊ അത് മുട്ടിടുന്നതേ ഉള്ളൂ, ഓരോന്നിങ്ങനെ തിരിയുന്നതേ ഉള്ളൂ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളെ കൃഷിക്കാരില് പ്രഗത്ഭരുണ്ടല്ലോ, ഇത്ര ദിവസം മുമ്പ് വെച്ചാല് ഈ ചെടി ഇത്ര നാളാകുമ്പോൾ നമുക്ക് പൂ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് തന്ന നിർദ്ദേശങ്ങളെല്ലാം കറക്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാല് പിന്നെ വരമ്പ് ഒരുക്കിയിട്ട് കുമ്മായി ഇടാന്നുള്ളത്, കുമ്മായി ഇട്ട് മണ്ണിനെ പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളത്. അതെടുത്ത് ഒരാഴ്ച 10 ദിവസം വരെ വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിന് ചാണകം ഇട്ടിട്ട് വെക്കുക. 1-2 ദിവസം ചാണകം ഇട്ട് വെച്ചു. അതിനുശേഷം നമ്മൾ ഓരോ ചെടിയും കൊണ്ടേക്കുന്നത്. ആ ചെടി വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഏകദേശം ഒരടി ഹൈറ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ചെറിയൊരു വളപ്രയോഗം, അതായത് ഗോമൂത്രവും പിന്നെ ഇതായിട്ട് ചാണകവും മിക്സ് ആയിട്ട് ഒരു സ്ലറി രൂപത്തിലാക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കും. വളപ്രയോഗം കഴിഞ്ഞു പിന്നെ അത് ഇങ്ങനെ കായ്ച്ചു പോത്തു. നമുക്ക് ആനന്ദം. വെള്ളത്തിന്റെ ഉപയോഗം വെള്ളത്തിന് വരുന്നില്ല, മഴയെ ആശ്രയിച്ച് മാത്രം. വേനൽക്കാലത്തിൽ കൃഷിയില്ല ഇല്ലല്ലോ അല്ലെ? അപ്പൊ ഈ മഴ കിട്ടുന്നത് പോലെ മാത്രം വെള്ളം വേണം. കാലാവസ്ഥ ചതിച്ചു പിന്നെ അതും പോക്കാം. കാലാവസ്ഥ ഇപ്രാവശ്യം ചതിച്ചിട്ടില്ല. ഇപ്രാവശ്യം നല്ല കാലാവസ്ഥയാണ്, നല്ല കൃത്യമായിട്ട് മഴ കിട്ടിയിട്ടുണ്ട്. നമുക്ക് മോശമില്ലാത്ത വിളവും കിട്ടിയിട്ടുണ്ട്. നല്ല കാലാവസ്ഥയാണ്. പച്ചക്കറിക്കായാലും ചെണ്ടുമല്ലിക്കായാലും കുറുന്തോട്ടിക്കായാലും എല്ലാത്തിനും നല്ല കാലാവസ്ഥയാണ്. ഇപ്രാവശ്യം അങ്ങനെ 2-3 ദിവസമേ അന്നേരം ഉണ്ടായിട്ടുള്ളൂ. നല്ല തുടർച്ചയായിട്ട് ഇടക്കിടക്ക് ഒരു മഴ കിട്ടിയാൽ നല്ല ഈ ചെടിക്കെല്ലാം അത്രയും ഉണ്ടോ വെള്ളം കൊണ്ടുവരും. നമ്മളിപ്പോ ഒരു ചെറിയ കുളം ഉണ്ടാക്കി വെള്ളം ശേഖരിച്ചിട്ടാണ് ഇതിനെല്ലാം അത്യാവശ്യം വളപ്രയോഗത്തിന് വേണ്ടി ആ വെള്ളം കുഴിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ മഴവെള്ള സംഭരണി ഒരുക്കിയിട്ട് അതിൽ പിന്നെ വെള്ളം കളക്ട് ചെയ്ത് മഴവെള്ളം തന്നെ കളക്ട് ചെയ്ത് നമ്മൾ ഈ സ്ലറിക്ക് വേണ്ടിക്കില്ല വെള്ളം അതിലൂടെ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ. നിങ്ങളിപ്പോ 15 അംഗ കൂട്ടായ്മയാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ എങ്ങനെയാ ഒന്ന് പരിചയപ്പെടുത്തിയ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? എന്റെ പേര് രമേശ് എന്നാണ്. ഞാൻ വെള്ളച്ചാല് സ്വദേശിയാണ്. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ ഈ കൂട്ടായ്മ രൂപീകരിക്കുമ്പോൾ അതിൽ അംഗമായി ചേർന്നത് അതിൽ സന്തോഷമുണ്ട്. ഞാൻ ജനാർദ്ദനൻ ഇവിടെ തന്നെയാണ്, ഈ അടുത്ത പ്രദേശത്ത് തന്നെയാണ്. ഈ സംഘം രൂപീകരിക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായ ശേഷം കൂടി ചേർന്നതാണ് ഇതിന് വേണ്ടിയിട്ട് അധ്വാനിക്കാൻ വേണ്ടിയിട്ട്. ഇവർക്കെല്ലാം നിർദ്ദേശങ്ങളൊക്കെ കൂടെ തന്നെ ഉണ്ടല്ലേ? കൂടെ തന്നെയുണ്ട്. അതെ, മുമ്പേ ഉള്ള ശരിയായ കർഷകൻ. എൻ്റെ പേര് അബ്ദുള്ള. പിന്നെ ഞാൻ ഈ കൂട്ടായ്മയുടെ കൺവീനറാണ്. പിന്നെ ഞങ്ങൾ 10-15 പേരുണ്ട്. അപ്പോൾ അതിലടങ്ങുന്ന ഒരാൾ നേരിട്ട് ഉപയോഗിച്ച് കൊടുക്കും. ബാക്കി ഞാൻ പറഞ്ഞു. എൻ്റെ പേര് ഹരി. ഞാനിങ്ങനെ KSCB സബ് ജനറായിട്ട് റിട്ടയർ ചെയ്ത ഒരാളാണ്. അതിനുശേഷം ഇതുപോലുള്ള കൂട്ടായ്മയും കൃഷിയും ഇതെല്ലാമായി ഉല്ലാസവാനായി സന്തോഷവാനായിട്ട് തന്നെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ഈ കൂട്ടായ്മയിൽ അംഗമായാണ്. ഇനിയും ഉണ്ടല്ലോ ഒരു 11 പേരല്ലേ? അവരെ കൂടെ നമുക്ക് പരിചയപ്പെടാം. നമ്മൾ 15 പേരില്ലേ, ഇപ്പൊ നമ്മൾ 4 പേര് കഴിച്ച് ബാക്കി 11 പേരുണ്ട്. 11 പേരിൽ ഒരു പ്രദീപ് ഉണ്ട് വാലപ്രയില്. പിന്നെ നമ്മൾ ധ്രുവൻ ഉണ്ട്, NT. പിന്നെ റഫീഖ് ഉണ്ട്, പിന്നെ കൃഷ്ണൻ ഉണ്ട്, സുരേഷ് ഉണ്ട്, പിന്നെ ഗോവിന്ദേട്ടനുണ്ട്, മോഹനേട്ടനുണ്ട്, നൂറുദ്ദീൻ ഉണ്ട്, പിന്നെ സുധീഷ് ഉണ്ട്, നിതീഷ് ഉണ്ട്. ധ്രുവൻ പറഞ്ഞു. നമ്മളെ കൂട്ടായ്മന്റെ പേര് മാടായി തവരത്തടം ഔഷധ കൂട്ടായ്മ. സാറ് മാടായി പഞ്ചായത്തിന്റെ കൃഷി ഓഫീസർ സുനീഷ് സാർ. അപ്പോൾ സാറിന് എന്ത് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ചെണ്ടുമല്ലി തോട്ടം വന്നപ്പോൾ?
ഞങ്ങൾ കഴിഞ്ഞ വർഷം വരെ ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതിയായിരുന്നു കുടുംബശ്രീകൾക്ക് കൊടുത്തിരിക്കുന്നത്. അത് ചെറിയ ചെറിയ പദ്ധതിയാണ്. അപ്പോൾ അത് വിട്ടുകൊണ്ട് ഈ വർഷം ഞങ്ങൾ ആദ്യമായിട്ട് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പൂക്കൃഷിയിലേക്ക് ചെയ്തത്. കഴിഞ്ഞ വർഷം കൃഷി ചെയ്ത് താല്പര്യമുള്ള കർഷകരെ ഒരു കൂട്ടായ്മ, ഔഷധഗ്രാമം കൂട്ടായ്മയുടെ അവരെ കൊണ്ടാണ് ഞങ്ങൾ ഇത്തവണ ഈ വലിയ രീതിയിലേക്ക് കൃഷിയിലേക്ക് മാറിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടായ്മ വിജയിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണമായിട്ട് വളരെ നന്നായിട്ട് നമ്മുടെ കൃഷിഭവൻ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട് അവർ ചെയ്യാനും സമയം നോക്കിയിട്ട്, അതാണ് പ്രത്യേകത. കാരണം ഓണത്തിൻ്റെ സമയത്ത് വിരിഞ്ഞിരിക്കണം. അപ്പോൾ ആ സമയം നോക്കിയിട്ട് തന്നെ അവർക്ക് കൃഷി ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ നമുക്കിത് ഓണത്തിന് വിപണനം ചെയ്യാം, മാക്സിമം ഓണത്തിന് വിപണനം ചെയ്യാൻ പറ്റും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനനുസരിച്ചുള്ള മാർക്കറ്റിംഗ് ഏതാണ്ട് ലഭിച്ചു കഴിഞ്ഞു. ഇതിപ്പോ തൈയും കാര്യങ്ങളൊക്കെ കൃഷിഭവനിൽ നിന്ന് തൈ അവർ നേരിട്ട് വാങ്ങിയതാണ്. ഞങ്ങളുടെ സബ്സിഡിയാണ്. ഞങ്ങൾ ഒരു ഹെക്ടറിന് 16,000 രൂപയാണ് ഞങ്ങൾ സബ്സിഡി ആയിട്ട് ധനസഹായം ഇവരുടെ കൺവീനറുടെ പേരിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. പിന്നീട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഞങ്ങൾ ഇത് കാരണം തരിശായി കിടന്ന സ്ഥലമാണ്. അപ്പോൾ കാട് വൃത്തിയാക്കി കിടന്ന് ഞങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് നില ഒരുക്കി കൊടുത്തു. അപ്പോൾ കർഷകരുടെ ഒരു വലിയ ബാധ്യത ഒഴിവായി കിട്ടി. ചെടിയും നമുക്ക് ഈ പൈസ കൊടുക്കുന്നതോടുകൂടി അത് കിട്ടി. തൊഴിലുറപ്പ് ഇതാണ് നിലവൊരുക്കലാണല്ലോ ഏറ്റവും വലിയ ഇത് വരുന്നത്. അത് അതിൽ കിട്ടിയതോടുകൂടി തന്നെ അവരുടെ വരുമാനത്തിൽ നല്ലൊരു മാറ്റം വരാം. ഇത് മാടായിപ്പാറയുടെ വടക്കു ഭാഗം, അതായത് തവരത്തടം എന്നാണ് അറിയപ്പെടുന്നത്. തവരത്തടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാറയാണ്. ഇത് മാക്സിമം ഏരിയയിൽ പാറയാണ്. പക്ഷേ മണ്ണ് എന്ന് പറഞ്ഞത് 1 അടി മുതൽ ഒരു 2.5 അടി വരെ മാത്രമേ മണ്ണുള്ളൂ. മണ്ണ് കിട്ടുന്ന ഈ ഇത്രപ്പുറ സ്ഥലത്ത് മാത്രമായതുകൊണ്ട് തന്നെ കൃഷി ഒരു വലിയ വെല്ലുവിളിയാണ്. കാരണം ചില ഏരിയയിൽ നമുക്ക് കൃഷി ചെയ്താൽ കാണാം ഇടയ്ക്ക് പാറയുണ്ടാവും, ഇടയ്ക്ക് കൃഷി. അപ്പോൾ നമുക്ക് പാറയല്ലാത്ത മണ്ണ് കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ മാക്സിമം ഇത് ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത വർഷം ഉദ്ദേശിക്കുന്ന ഒരു 5 ഏക്കർ കൂടി പച്ചക്കറി കൃഷിയായാലും കുറുന്തോട്ടി കൃഷി. നമ്മളിപ്പോൾ ഇവിടെ ഔഷധ ഗ്രാമത്തിൻ്റെ പേരിൽ 5 ഏക്കറോളം ഔഷധ ഗ്രാമത്തിൻ്റെ ഭാഗമായിട്ട് കുറുന്തോട്ടി കൃഷി ചെയ്യുന്നുണ്ട്. 12.5 ഏക്കറോളം പച്ചക്കറി ക്ലസ്റ്ററിൻ്റെ ഭാഗമായിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. ഈ 2.5 ഏക്കർ പൂക്കൃഷി. ഇപ്പോൾ നമുക്കറിയാലോ ഈ ഏരിയേൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്തത് നമ്മുടെ കുറുന്തോട്ടി കൃഷി ആയതുകൊണ്ട് ഇത് ചെതറിയിട്ടാണ്. പൂക്കൃഷി എന്ന് പറഞ്ഞത് പല ഭാഗങ്ങളായിട്ട് ചെതറി കിടക്കണം. ഇത് ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾ ഒരു ഭാഗത്തേക്ക് ഒരു ഫോക്കസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ അതൊരു ഫാം ടൂറിസം എന്നുള്ള സങ്കല്പത്തിലേക്ക്. ഇപ്പോൾ തന്നെ മാടായിപ്പാറയിലേക്ക് വൈകുന്നേരങ്ങളിൽ നല്ല ആൾക്കാരുണ്ട്. അത്രയും ആൾക്കാർ ഇത് കാണാനും വരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വാങ്ങാനും വരുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളായിട്ട് ഒരു ഫോട്ടോഷൂട്ട് കൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. ഫോട്ടോ ഒക്കെ എടുക്കാനും പിന്നെ അതിന് ചെറിയൊരു ഫീസ് അത് വാങ്ങാനാണ് തന്നെയാണ് ഉദ്ദേശം. ചെറിയൊരു ഫീസ് വാങ്ങിയിട്ട് എൻട്രി ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ കൊണ്ടൊരു ഫോട്ടോഷൂട്ട്, പിന്നെ വെഡ്ഡിങ്ങിനൊക്കെ മാടായിപ്പാറയിൽ ഒരുപാട് ഇത് ചെയ്യുന്നുണ്ട്. വെഡ്ഡിങ് ചെറിയ ഇതാകും ഡെസ്റ്റിനേഷൻ പോലെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ സാധനം കൂടെ ഞങ്ങൾ ഇങ്ങോട്ട് ആകർഷിച്ചുകൊണ്ട് ഇവരുടെ കർഷകരുടെ വരുമാനം അത് കൃഷിയിൽ നിന്ന് മാത്രമല്ല ഒരു ഫാം ടൂറിസം എന്നുള്ളത് മറ്റു വരുമാന മാർഗ്ഗം കൂടെ കാണണം. നല്ല കുറച്ചും കൂടെ ആകർഷകമായിട്ട്. ഇപ്പോൾ നമ്മുടെ കൂടിയിലെ കർഷകരെല്ലാവരും പല മേഖലയിലവരാണ്. അതൊരു ലാഭം കണ്ടിട്ട് തന്നെയാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത്. അവരെ പൂർണ്ണമായി ഈ കൃഷി മേഖലയിലേക്ക് ഉറപ്പിച്ചു നിർത്തണം. അത് ചെറുപ്പക്കാരുമാണ്. അപ്പോൾ അവരെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു തലമുറ മാറിപ്പോകുന്നത് പുതിയ തലമുറയെ ഇതിൽ ആകർഷിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളൊരു ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒരേക്കർ സ്ഥലത്ത് ഇവിടെ ചെണ്ടുമല്ലിത്തോട്ടം വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതിപ്പോ വ്യക്തിഗതമായിട്ട് ചെയ്യുന്നതാണോ? ഇത് ഏതിന്റെ ഇതിലടിസ്ഥാനത്തിൽ? വ്യക്തിഗതമായിട്ടല്ല, ഇത് നമ്മുടെ കേരള കളക്ഷൻ സെറാമിക്സ് പൊതുമേഖലാ സ്ഥാപനം. ആ പൊതുമേഖലാ സ്ഥാപനം ഓണത്തെ വരവേറ്റുകൊണ്ടുള്ള ഒരു പൂന്തോട്ടം ഒരുക്കിയതാണ്. ഏക്കർ സ്ഥലത്താണ് ഈ പൂന്തോട്ടം ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷവും ചെണ്ടുമല്ലി കൃഷി? കഴിഞ്ഞ വർഷം ചെണ്ടുമല്ലി ഇത്ര ഒരുക്കിയിട്ടില്ല, എന്നാൽ പോലും ഇത് ഇപ്രാവശ്യം കുറച്ചുകൂടി കൂടുതലാണ്. ഇപ്രാവശ്യം 50 സെന്റ് മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ. ഇതിപ്പോ ഒരേക്കർ സ്ഥലത്ത് എത്ര ചെടികൾ? ഒരേക്കറിൽ നമ്മൾ 7000 ചെടി നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചെടി നട്ടെന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ വിത്ത് സംഘടിപ്പിച്ച് നമ്മൾ തന്നെ മുളപ്പിച്ചിട്ടാണ് നടുന്നത്. തൈ വാങ്ങിച്ച് നട്ടതല്ല, തൈ വാങ്ങിച്ചിട്ടല്ല, നമ്മൾ വിത്ത് കൊണ്ടുവന്ന് വിത്ത് നമ്മൾ തന്നെ മുളപ്പിച്ചിട്ടാണ് നടുന്നത്. കൃഷി ഓഫീസറേയും കൃഷി വകുപ്പിന്റെ നല്ല സഹായം അതിനുണ്ടായിട്ടുണ്ട്. വളർച്ചയിലും വിത്ത് കളക്ട് ചെയ്യുന്നതിൽ നമ്മൾ ഒരു ഏജൻസി നടന്നു, മലപ്പുറത്തെ ഏജൻസി നമ്മൾ കൊറിയറായി വരുത്തിച്ചാണ് വിത്തുകളൊക്കെ. അതിലിപ്പോ നല്ലത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കേണ്ട ഒരു ഇതുണ്ടോ കൊറിയറിൽ എത്തിക്കുമ്പോൾ? നമ്മൾ സാധാരണ അവര് നമുക്ക് നല്ലതാണ് തരുത്തത്. അതിന്റെ പേര് ഇപ്പം ഓർമ്മയില്ല, എന്തൊരു ഹൈബ്രിഡാണ്, നല്ല ഹൈബ്രിഡാണ്.
അപ്പൊ എല്ലാ വിത്തും ഒറ്റ ഇനത്തിൽ പെടുന്നതാണല്ലേ? ഒറ്റ ഇനത്തിൽ ഇപ്പോ പല സ്ഥലങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പൂക്കളുടെ വലിപ്പ വ്യത്യാസം. പക്ഷെ നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ ഈ വർഷം കിട്ടുക വരെ നല്ലതാണ്, നല്ല വലിപ്പമുള്ളതാണ് ഇത്. കുറച്ചുകൂടി നല്ല വിടർന്ന് വരും, നല്ല വലിപ്പമുള്ള. അത് വിത്തിലും അതിന്റെ ഇതുണ്ടോ? അതിന്റെ വിത്ത് നല്ല വിത്താണ്, അതിന്റെ ഒരു നമുക്ക് തരുന്ന വിത്ത് നല്ല വിത്ത് തന്നെയാണ്. അല്ല, ഈ പൂക്കളുടെ ആ വലിപ്പ വ്യത്യാസത്തിൽ നമ്മൾ വിത്തുകൾ എടുക്കുന്നതിൽ ആ ഒരു മാറ്റങ്ങളുണ്ടോ? ഇല്ല, അങ്ങനെ നമുക്ക് എഫക്ട് ചെയ്തില്ല, നമുക്കത് ഫീൽ ചെയ്തില്ല. ഇല്ല അല്ലേ? ഒരു വ്യത്യസ്തമായിട്ട് ഉണ്ടാകുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ അല്ലേ? ഇതിനെങ്ങനെയാ ഇതിന്റെ പരിചരണവും കാര്യങ്ങളും? പരിചരണം എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെയാണ് നട്ട് വളർത്തിയിട്ടുള്ളത്. പരിചരണം നമ്മൾ അതിന് വളം കൊടുത്തതാണ് അതിന്റെ പ്രധാനപ്പെട്ടത്. നമ്മൾ വളം കൊടുത്തത് നമ്മൾ തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന അഗ്രിപിത്ത് എന്ന് പറഞ്ഞൊരു കമ്പോസ്റ്റ് വളമുണ്ട്, ചകിരിച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ വളം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ പരിചരിക്കുന്നതിന് വളം കൊടുക്കുന്നത് തന്നെയാണ്. അതാണ് അത് മാത്രമേ ഇതിന് അതിന്റെ കൂടെ പിന്നെ കൃഷി വകുപ്പ് പറയുന്ന ചില കാര്യങ്ങളും കൂടെ ഇവിടെ ആഡ് ചെയ്യും. രാസവളം ഉപയോഗിക്കേണ്ട അങ്ങനെ വരുന്നില്ല. നമ്മൾ പ്രധാനപ്പെട്ട ഉപയോഗിക്കുന്ന ഈ നമ്മുടെ ഈ അഗ്രിപിത്ത് എന്ന് പറയുന്ന കമ്പോസ്റ്റ് വളം തന്നെയാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതെ. ഇതിന് മറ്റ് ആൾക്കാരും, ഇതിന് എത്ര ആൾക്കാരുണ്ട്? ഇതിനൊരു ആൾക്കാരെന്ന് നമ്മളൊരു നമ്മുടെ സ്ഥാപനത്തിൽ തൊഴിലാളികൾ പൂർണ്ണമായിട്ടും അതിൻ്റെ പൂർണ്ണമായിട്ട് നിൽക്കുക എന്നുള്ളപേര് ഒഴിവ് സമയങ്ങളിൽ ഇതിന് കുറേ കൂടി പരിചരിക്കും. നമുക്ക് വേറെ വർക്കുണ്ട്, വേറെ നമ്മുടെ DF യൂണിറ്റ് ഉണ്ട്, അതിൻ്റെ വർക്കുണ്ട്. അതിൻ്റെ വർക്കിൻ്റെ ഒഴിവ് സമയത്തും പിന്നെ വീട്ടിലെ സ്റ്റാഫ് എല്ലാവരും കൂടി ചേർന്നിട്ട് വേണം. അതിലിപ്പോൾ നമ്മളെ ഓഫീസേഴ്സ് അങ്ങനെയൊന്നുമില്ല, എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു സംരംഭമാണിത്. പ്രത്യേക ഒരു തൊഴിൽ ഇതിനു വേണ്ടി ചെയ്യുന്നില്ല. അങ്ങനെ ഇതിന്റെ വിപണിയും കാര്യങ്ങളൊക്കെ? വിപണി ഇപ്പം നാളെ മുതൽ വിൽപ്പന ആരംഭിക്കും. അപ്പോൾ അതിൻ്റെ വിൽപ്പന കമ്പോള വിലയിനേക്കാൾ കുറച്ചുകൂടി വില കുറച്ചിട്ട് അങ്ങനെ നോക്കിയിട്ട് കൊടുക്കും നമ്മൾ. വിചാരിച്ച പോലെ സമയത്ത് തന്നെ പൂത്തിട്ടുണ്ടോ? പൂത്തിട്ടുണ്ട്, എന്നാലും കുറച്ച് മഴ ഇപ്രാവശ്യത്തെ വലിയ മഴയുള്ളതുകൊണ്ട് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ട്, പക്ഷേ എന്നാൽ പോലും നമ്മളെ പ്രതീക്ഷക്കനുസരിച്ച് പൂത്തിട്ടുണ്ട്. ഇതിപ്പോ ഈ 1 ഏക്കർ സ്ഥലത്ത് ഇതിങ്ങനെ വിരിഞ്ഞു നിൽക്കുമ്പോൾ കാണാൻ ആൾക്കാരൊക്കെ വരാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ പ്രത്യേക ഒരുക്കിയെന്ന് പറഞ്ഞാൽ മുൻവർഷങ്ങളാണ് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ കുറച്ചുകൂടി അതിനെ ഒരു ഇതാക്കുന്നതിന് വേണ്ടി നമ്മളൊരു സെൽഫി പോയിന്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആൾക്കാർക്ക് വരാം, വന്നിട്ട് അതിൽ ഊഞ്ഞാലുണ്ട്, പിന്നെ സെൽഫി എടുക്കാനുള്ള മറ്റൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഫോട്ടോ എടുത്തിട്ട് ഷൂട്ട് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. മനോഹരമായി ഏക്കറുകളോളം സ്ഥലത്ത് നമ്മൾ സ്വയം പര്യാപ്തത നേടിക്കൊണ്ട് എല്ലാവരും പൂക്കൃഷി നടത്തുന്നുണ്ട്. എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്.